സമര സഹോദരങ്ങളെ നമ്മുടെ എഡിഎഫിന്റെ ചെയർമാൻ അധ്യക്ഷനായ ടി.ആർ. സദാൻ അടക്കമുള്ള നേതൃത്വങ്ങളെ നമ്മുടെ MLA വളരെ കൃത്യമായ ഒരു നിലപാടെടുത്താണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം, കേരളത്തിലെ ക്യാമ്പസുകളിലും സർവകലാശാലകളും ഈ ദന്തൽ കോളേജ് അടക്കമുള്ള അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ജാതിയാണ്. ഈ ജാതിയായി കേരളത്തിലെ ഈ സ്ഥാപനങ്ങൾ മാറുമ്പോൾ അത് നിലനിർത്താനായിട്ട് നമ്മൾ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് നമ്മൾ ഈ സമരത്തിലിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഭൂമി, ഈ നിതിൻ രാജിന്റെ രക്തം വീണ ഈ മണ്ണ്, അത് അനധികൃതമായി കൈയടക്കി വച്ചിരിക്കുന്ന ഈ ഇതിന്റെ മാനേജ്മെന്റ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവർ നിരുപാധികം ഇറങ്ങി മാറണം. ഈ സ്ഥാപനം ഇടിച്ചു പൊളിക്കണം. ഈ ജാതി നിലനിൽക്കുന്ന ഈ സ്ഥാപനം നമുക്ക് കേരളത്തിന് ആവശ്യമില്ല. അതിന്റെ കാഹളം മുഴങ്ങിക്കൊണ്ട് 28-ാം തീയതി കേരളത്തിൽ ശക്തമായ ഹർത്താലടക്കമുള്ള സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ യാത്രയിൽ കേരളത്തിലെ മുഴുവൻ സംഘടനകളും ഐക്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുകയാണ്. ഇത് തുടക്കമാണ്. ഈ സമരം തുടക്കമാണ്. ഇതിന് നീതി ലഭിക്കാതെ പിന്മാറുകയില്ല എന്ന് ശക്തമായിട്ട് ഈ സംഘടനയിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ അറിയുന്നവരാണ് ഇവിടെ ഉള്ളവർ. ദീപയുടെ സമരമടക്കം നമ്മൾ കണ്ടതാണ്. നിതിൻ രാജ സഹോദര, മരണപ്പെട്ടുപോയ നിന്റെ ആത്മാവിനോട് പറയാനുള്ളത്, നീ തിരിച്ചു കൊല്ലാൻ മേലായിരുന്നോ ഇവരെ? നീ മരണത്തിന് കീഴ്പ്പെടുന്നതിന് മുമ്പ് ഇവരെ കൊല്ലാനോ എന്ന് വളരെ വേദനയോട് ചോദിക്കുകയാണ്. എന്തിനാണ് നീ മരിച്ചത്? നിനക്കറിയത്തില്ലേ രോഗിൽ മമ്മൂലയെ, രജനി സ്ഥാനത്തിലെ നിനക്കറിയത്തില്ലേ? നീ എന്തിനാണ് മരിച്ചത് സഹോദര? വളരെ വേദനയോട് പറയുകയാണ്. അതുകൊണ്ട് നിതിൻ രാജിന് നീതി വേണം. നിതിൻ രാജിന്റെ നീതി കേരളത്തിന്റെ, ഇന്ത്യയുടെ നീതിയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നടന്ന ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും, തുടർന്ന് നടക്കുന്ന സമരത്തിന് എല്ലാ ഐക്യദാർഢ്യവും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.